ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് കാർത്തിക വിശംഭരൻ. നേപ്പാളിലെ ഭോട്ടെ കോസി നദിയിലുണ്ടായ മിന്നൽ പ്രളയത്തിൽ 100-ലധികം ഇന്ത്യക്കാർ ഉൾപ്പെടെ 500ഓളം വിനോദസഞ്ചാരികളെ കാണാതായി. 46 പേർ മരിച്ചതായി ഔദ്യോഗിക സ്ഥിരീകരണം. ടിബറ്റൻ അതിർത്തിയോട് ചേർന്ന് റിസുവ മേഖലയിലാണ് പ്രളയമുണ്ടായത്. ഭൂകമ്പത്തെ തുടർന്ന് മഞ്ഞുമല ഇടിഞ്ഞ് നദിയിലേക്ക് പതിച്ചതോടെയാണ് മിന്നൽ പ്രളയമുണ്ടായതെന്നാണ് പ്രാഥമിക വിവരം. നിരവധി പാലങ്ങളും റോഡുകളും വാഹനങ്ങളും ഒഴുകിപ്പോയി. വിവരങ്ങൾക്കും സഹായത്തിനുമായി 1234 എന്ന നമ്പറിലും 1144 9851 289445 എന്നീ നമ്പറുകളിലും ബന്ധപ്പെടാം. നേപ്പാളിന് സാധ്യമായ എല്ലാ മാനുഷിക സഹായങ്ങളും വാഗ്ദാനം ചെയ്ത് ഇന്ത്യ. രക്ഷാ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ നേപ്പാളുമായി ചേർന്ന് ഇന്ത്യൻ സംഘവും പ്രവർത്തിക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കി. നേപ്പാൾ പ്രധാനമന്ത്രി ബാലേന്ദ്ര ഷായുമായി സംസാരിച്ച ശ്രീ മോദി അനുശോചനം അറിയിച്ചു. മിന്നൽ പ്രളയത്തിലകപ്പെട്ട ഇന്ത്യക്കാരെ സഹായിക്കുന്നതിനായി കാഠ്മണ്ഡുവിലെ ഇന്ത്യൻ എംബസി അടിയന്തര ഹെൽപ്പ് ലൈൻ നമ്പറുകൾ പുറത്തുവിട്ടു. സഹായത്തിനായി +977 985 131 6807 +977 970 910 7500 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാം. നേപ്പാളിലേക്ക് ദുരിതാശ്വാസ സാമഗ്രികൾ അയക്കുമെന്നും ഔദ്യോഗിക വൃത്തങ്ങൾ വ്യക്തമാക്കി. നേപ്പാളിലെ അപകട സാഹചര്യങ്ങൾ സർക്കാർ നിരീക്ഷിച്ചു വരികയാണെന്ന് കേരള മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ ഓഫീസ് അറിയിച്ചു. വിനോദസഞ്ചാരത്തിനായി നേപ്പാളിലുള്ള മലയാളികളെ ബന്ധപ്പെടാൻ കുടുംബാംഗങ്ങൾക്ക് സാധിക്കുന്നില്ലെങ്കിൽ അക്കാര്യം അറിയിക്കണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ബന്ധപ്പെടേണ്ട നമ്പർ 944 711 1844 9747 132147. നന്മയും സമൃദ്ധിയും നിറഞ്ഞ നല്ല നാളുകളുടെ ഓർമ്മകൾ പുതുക്കി തിരുവോണം ആഘോഷിച്ച് ലോകമെമ്പാടുമുള്ള മലയാളികൾ. പഴമയുടെ തനിമയും പുതുമയുടെ നിറവും ചേർത്ത് സന്തോഷത്തിന്റെയും ഐശ്വര്യത്തിന്റെയും തിരുവോണത്തെ മലയാളികൾ വരവേറ്റു. കുടുംബാംഗങ്ങളുടെയും സുഹൃത്തുക്കളുടെയും ഒത്തുചേരലിനും തിരുവോണം അവസരമൊരുക്കി. പ്രസിദ്ധമായ തൃക്കാക്കര തിരുവാമനമൂർത്തി ക്ഷേത്രത്തിൽ 10 ദിവസമായി നടന്നുവരുന്ന തിരുവോണ മഹോത്സവത്തിന് ഇന്ന് സമാപനം. രാത്രി 11-ന് എതിരേൽപ്പ് നടക്കും. തുടർന്ന് വർണ്ണാഭമായ വെടിക്കെട്ടോടെ ഉത്സവം കൊടിയിറങ്ങും. ഖേലോ ഇന്ത്യ സംവാദത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഓൺലൈനായി അഭിസംബോധന ചെയ്യും. ഇക്കൊല്ലത്തെ ദേശീയ കായിക ദിനാഘോഷങ്ങളുടെ ഭാഗമായി മേര യുവ ഭാരതാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 137-ാം പതിപ്പ് ഈ മാസം 30-ന്. ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ ജിഒവി എന്നിവയിലൂടെയും 1800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും ഈ മാസം 28 വരെ പങ്കുവയ്ക്കാം. ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന പ്രധാന സമ്പദ് വ്യവസ്ഥയായി ഇന്ത്യ നിലകൊള്ളുന്നുവെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ. കാനഡയിലെ ടൊറന്റോയിൽ ഇന്ത്യൻ വ്യവസായ പ്രമുഖരെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അവർ. 4 ദിവസത്തെ സന്ദർശനത്തിനായി കേന്ദ്രമന്ത്രി ഇന്നലെയാണ് കാനഡയിലെത്തിയത്. മൺസൂൺ കാലത്ത് രാജ്യത്ത് H1N1 രോഗബാധ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ജാഗ്രതാ നിർദ്ദേശവുമായി ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ. വൈറസിന് പുതിയ വകഭേദങ്ങളൊന്നും സംഭവിച്ചിട്ടില്ലെന്നും ഭയപ്പെടേണ്ട സാഹചര്യമില്ലെന്നും രോഗലക്ഷണങ്ങൾ മിക്കവരിലും തനിയെ മാറുന്നതാണെന്നും IMA വ്യക്തമാക്കി. സ്വയം ചികിത്സ പാടില്ലെന്നും മുന്നറിയിപ്പുണ്ട്. ഇന്ത്യക്കെതിരായ 2ാം ക്രിക്കറ്റ് ടെസ്റ്റിന്റെ 4ാം ദിനം കളി അവസാനിക്കുമ്പോൾ ആതിഥേയരായ ശ്രീലങ്ക 6 വിക്കറ്റിന് 229 റൺസ് എന്ന നിലയിൽ. ആദ്യ ഇന്നിംഗ്സിൽ 290 റൺസിന് പുറത്തായ ശ്രീലങ്ക ഫോളോ ഓൺ വഴങ്ങി. ഒരു ദിനവും 4 വിക്കറ്റും ശേഷിക്കെ ശ്രീലങ്കയ്ക്ക് 16 റൺസിന്റെ ലീഡാണുള്ളത്. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ ഇന്ന് അതിശക്തമായ മഴയ്ക്കുള്ള ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് ഇന്ന് വിലക്കേർപ്പെടുത്തി. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45-ന്.